നിങ്ങളെ നടുക്കടലിൽ പോയി മീൻ പിടിച്ചെണ്ണോ? അപ്പൊ ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. തിരിച്ചു വരുന്ന രീതിയിലാട്ടാ ഇങ്ങനെ പോയിട്ട് ഐലൻഡ് ചുറ്റിയിട്ട് നമ്മൾ അവിടെ മീൻപിടുത്തക്കാർ എവിടെയാണ് ലൊക്കേഷൻ നോക്കിയിട്ട് തിരിച്ചു വരും. നമുക്ക് ഈ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെ ബോട്ടിൻ്റെ അമരക്കാരൻ, അതായത് ക്യാപ്റ്റൻ അനീഷേട്ടൻ. പിന്നെ നമ്മളെ കൂടെയുള്ള രണ്ടാൾക്കാർ മുജീബിക്കും സബാദിക്കും. ഇവരൊക്കെ ഞാനൊന്ന് ബ്രീഫ്ലി പരിചയപ്പെടുത്തി തരാം. നമ്മൾ അനീഷേട്ടൻ്റെയാണ് ഈ ബോട്ട്. അനീഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അതൊരിക്കലും പിന്നേക്ക് മാറ്റി വെക്കരുത്, ആ ഒരു മൈൻഡുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതിൽ പെട്ട ആളാണ് ഈ അനീഷേട്ടൻ. മൂപ്പർക്ക് വേറൊരു നല്ല ജോലി ഉണ്ടായിട്ടും ഒരു ഹോബി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വാങ്ങിയതാണ് ഇത്ര ഈ ബോട്ട്. ഈ ബോട്ടിന് ഏകദേശം 15,000 ദിനാറ് വില ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 33 ലക്ഷം റുപ്യ. ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് വാങ്ങിയതാണോ എന്ന് ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പരതിന് തന്നൊരു മറുപടി ഉണ്ടെങ്കിൽ, എടാ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് സാധിച്ചെടുക്കുക. അതവിടെ നിൽക്കട്ടെ, ഇനി ഇത് പറഞ്ഞുതരാം. ഇതാണ് മക്കളെ സൗദി പാലം അഥവാ കിങ് ഫഹദ് കോസ്വേ. സൗദിനെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന കടൽപ്പാലം. $1.2 ബില്യൺ ചെലവ് വരുന്ന ഈ കോസ്വേ 1986 നവംബർ 25 ഉദ്ഘാടനം ചെയ്തത്. 4 വരി പാതയും ഒട്ടേറെ പാലങ്ങളും അടങ്ങുന്ന ഈ പദ്ധതിക്ക് മുഴുവൻ ചെലവ് വഹിച്ചതും സൗദി അറേബ്യയാണ്. സൗദിയിലെ കൊബാറിൽ നിന്നാണ് ഈ പാലം തുടങ്ങുന്നത്. മുന്നിൽ പോണ ബോട്ടുകാരോടൊക്കെ മാറിക്കാൻ പറഞ്ഞ ഇയാളാണ് സബാദിക്ക. ചിലപ്പോൾ ആദ്യമായിട്ട് ബോട്ട് ഓടിക്കണതിൻ്റെ പൊലിവാവില്ലേ. ഒരാളും മനുഷ്യനില്ലാത്ത ഈ കടലിൽ മൂപ്പരാരോടാണാവോ മാറിക്കാൻ പറഞ്ഞത്. ഇനി ഇക്കാണത് കണ്ടോ, ഇത് ഫുള്ള് മറ്റേ ജെല്ലി ഫിഷാണ് കേട്ടോ. ഇപ്പം ബഹ്റിനിൽ ജെല്ലി ഫിഷിൻ്റെ ചാകരയാണ്. ഈ മുന്നിൽ കാണുന്ന ബോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടോ, അതൊക്കെ ജെല്ലി ഫിഷിനെ കോരിയെടുക്കുകയാണ്. ഇനി ഇതിനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ജെല്ലി ഫിഷിനെ പിടിക്കണമെന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഏകദേശം നടുക്കടലിലെത്തിട്ടോ. നമ്മൾ വന്ന സ്ഥലത്തിൻ്റെക്കാട്ടും കൂടുതൽ തിരകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ ബോട്ടാണെങ്കിൽ ഇപ്പോൾ 100-110 ആ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ചൂണ്ടലിടാനുള്ള സെറ്റപ്പ് നോക്കാം. നടുക്കടലിൽ നിങ്ങൾ ചൂണ്ടലിട്ടണോ? നമ്മളിത് ബൈറ്റായിട്ട് എടുക്കുന്നത് ചെമ്മീനാണ് കേട്ടോ. ഒരു ചെമ്മീനെ 2-3 പീസാക്കിയിട്ടാണ് കേട്ടോ ബൈറ്റായിട്ട് എടുക്കുന്നത്. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്തിന് ഏകദേശം 10 മീറ്റർ ആഴുണ്ട്. ഒരാളിവിടെ ചൂണ്ടലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതാണ് മുജീബിക്ക. സത്യം പറഞ്ഞാലേ ഈ ട്രിപ്പ് ഇത്രത്തോളം രസകരമാക്കിയതിൽ ഈ മുജീബിക്കാൻ്റെയും അതേപോലെ തന്നെ സബാദിക്കാൻ്റെയും പ്രസൻസ് അതൊന്നും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ രണ്ടാളും നമ്മൾ ഈ ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൈൻഡുള്ള ആൾക്കാരാണ്. നമ്മളെ ബൈറ്റൊക്കെ ലൂറിൽ സെറ്റാക്കിയിട്ടോ. രാവിലെ വോളിബോൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ അനീഷേട്ടനെ നമുക്കിന്ന് ഫിഷിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ മൈൻഡിലെടുത്ത തീരുമാനമാണ് ഇന്ന് ഈ നടുക്കടലെത്തി നിൽക്കുന്നത്. ഇവന്മാരുണ്ടോ ഈ ജെല്ലി ഫിഷിനെ എടുത്തിട്ട് അതിൻ്റെ തലഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഭാഗം കടലിലേക്ക് തന്നെ കളയുന്നു. ഇതെന്തിനാണെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ തിന്നാൻ പറ്റുമെന്നും അറിയില്ല. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഏകദേശം ഒരു 8.5 മീറ്റർ ആഴമുണ്ട്. കടലിൻ്റെ സന്തുലിതാവസ്ഥയും പിന്നെ സ്ഥിരം ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് മീനിനെ സ്കാൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ സ്കാൻ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അനീഷേട്ടൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാം. പിന്നെ ഈ ജെല്ലി ഫിഷിനെ പിടിക്കണേ വീഡിയോ എടുക്കാനും കൂടി വേണ്ടിയിട്ടാട്ടോ അനീഷേട്ടൻ ഇവിടെ നിർത്തിയത്. നമ്മളും കോരിയെടുത്തൊരു ജെല്ലി ഫിഷിനെ. ഞാൻ ആദ്യമായിട്ടോ ജെല്ലി ഫിഷിനെ ഇത്ര അടുത്ത് കാണുന്നത്. ഇതിനെ പിടിച്ച കയ്യെ ചൊറിയെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഇതിനൊരു കൂസലും ഇല്ലാതെ പിടിക്കണം. കണ്ടോ, ബോട്ടിൻ്റെ ചുറ്റുപാടാണെങ്കിലും ഇഷ്ടം പോലെ ജെല്ലി ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മൾ പിടിച്ച ജെല്ലി ഫിഷിനെ നമ്മൾ കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിന് അതേപോലെ കടലിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബോട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഈ ബോട്ടുകാരോട് ഇതെന്തിനാണ് പിടിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെന്നാണ് പറഞ്ഞത്. മീനൊന്നും പിടിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ തീറ്റയ്ക്കൊരു കുറവില്ല കേട്ടോ. അത് പിന്നെ നമുക്ക് മെയിനാണല്ലോ. അങ്ങനെ ഞാനുമില്ലേ ഒരു ബോട്ട് ഡ്രൈവറായിട്ടോ. 100-110 ആ ഒരു ലെവലിലാണ് പോണ്. എന്താലേ നമ്മളെ ബോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഈ കടലിലുള്ള എല്ലാ കാഴ്ചകളും നമ്മളെ മുന്നേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ലോങ് വീഡിയോ ആയിട്ടിട്ടത്. ഇവിടെ പ്രത്യേകിച്ച് ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈ സ്പീഡിൽ തന്നെ നമ്മൾ ഓടിക്കുന്നുണ്ട്. പിന്നെ ഈ ബോട്ട് നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല, ഹൈ ഫെസിലിറ്റീസ് ഉള്ളതാണ്. നമുക്കിതിൽ കടലിൻ്റെ ആഴം കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോണ സ്ഥലത്ത് മീനുണ്ടോ എന്ന് സെൻസർ വഴി അറിയാൻ പറ്റും. എന്തിനേറെ പറയണു, നമ്മൾ ഈ ബഹ്റിൻ്റെ ബോർഡർ ക്രോസ് ചെയ്തവരെ നമുക്ക് ഈ ബോട്ടിൽ അറിയാൻ പറ്റും. നമ്മൾ ഇന്ന് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ നമ്മളൊരു ഹെവി ഡ്രൈവറാക്കി മാറ്റുമെന്നാണ് അനീഷേട്ടൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ കടലത്തെ യാത്ര. ലോകത്തെ ഒരു പഠനങ്ങൾക്കും
ഇന്നേ വരെ മുഴുവനായിട്ടും പഠിക്കാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ് കടലിൻ്റേത്. കടലിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും ഒരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളും മറഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഏതോ അറിവുള്ള ആൾക്കാർ പറഞ്ഞതാണ്. നമ്മൾ ചാടുന്ന ഈ കരഭാഗത്തൊന്നുമല്ല, ആഴക്കടലിലാണ്. ഇവിടെ ഏകദേശം 3.5 മീറ്ററോളം ആഴുണ്ട്. അതേപോലെ തന്നെ നല്ല അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ വേണ്ടി നിന്നില്ല. സബാദ്ക്ക് പണ്ട് നാട്ടിലെ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടാണ് തോന്നുന്നത്. നല്ല 2-3 ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോയിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അനീഷേട്ടന് പിന്നെ ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മൂപ്പര് ഇത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ചാടാൻ ചെറിയൊരു ധൈര്യക്കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മളെ നാട്ടിലത്തെ കടലിനെ അപേക്ഷിച്ച് ഇവിടെ തിരമാല വളരെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ കടലിലുണ്ടല്ലോ ഉപ്പുരസം വളരെ കൂടുതലുമാണ്. സബാദ്ക്കാൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മളിത് ഒരു സൗണ്ട് പോലും കട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ. ഫുൾ സൗണ്ട് എങ്ങനെയായിരുന്നോ അതേപോലെ നമ്മളിതിലിടുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ കുറച്ച് പട്ടി ഷോ ആണ് കേട്ടോ. മീനൊന്നും കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിലും ഏകദേശം 1.5 കിലോ ചെമ്മീൻ നമ്മൾ മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുത്തിട്ടോ. എന്തായാലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല ഈ നടുക്കടലിൽ പോകാൻ പറ്റുന്നു, അവിടെ ചാടി കുളിക്കാൻ പറ്റുന്നുള്ളൂ. ആമോറുമില്ല നെത്തലുമില്ല നമ്മക്കൊന്നുമില്ല, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. ആമോറുമില്ല നെത്തലുമില്ല